സാധാരണ നമ്മൾ കാർ പോർച്ചുകൾ ചെയ്യുന്ന സമയത്ത്, പ്രത്യേകിച്ച് ഇതുപോലുള്ള അറ്റാച്ച്ഡ് ആയിട്ടുള്ള കാർ പോർച്ചുകളൊക്കെ ചെയ്യുന്ന സമയത്ത് മെയിനായിട്ട് നമ്മൾ നോക്കേണ്ടത് അതിൻ്റെ എക്സ്റ്റീരിയറിന്, വീടിൻ്റെ ടോട്ടലി ഉള്ള എക്സ്റ്റീരിയറിന് അത് മാച്ച് ആവോ എന്നുള്ളത് തന്നെയാണ്. നമ്മൾ ഡിറ്റാച്ച്ഡ് കാർ പോർച്ചാണ് ചെയ്യുന്നെങ്കിൽ, വീട്ടിൽ നിന്ന് അറ്റാച്ച്ഡ് അല്ലാതെ മാറിയിട്ട് ഡിറ്റാച്ച്ഡ് ആയിട്ടുള്ള രീതിയിൽ ചെയ്യുവാണെങ്കിൽ നമുക്ക് നമ്മുടെ എക്സ്റ്റീരിയറിന് അത്രത്തോളം ഒന്നും ബാധിക്കില്ല. നമുക്കൊരു ഏത് രീതിയിലുള്ള ഡിസൈൻ കൊടുത്താലും ഒരു 100% എക്സ്റ്റീരിയറിൽ അത് ബാധിക്കില്ല. പക്ഷേ അറ്റാച്ച്ഡ് കാർ പോർച്ചുകൾ ചെയ്യുന്ന സമയത്ത് നിർബന്ധമായിട്ടും നിങ്ങളെ എക്സ്റ്റീരിയർ വ്യൂവും കൂടെ കണക്കിലെടുത്തുകൊണ്ട് വേണം അത് ചെയ്യിപ്പിക്കാൻ എന്നുള്ളതാണ്. അത്തരത്തിൽ ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നത് ഒരു ഗ്ലാസ് കാർ പോർച്ചാണ് കേട്ടോ. അതും കാൻഡിലിവർ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ ലെഗ് സപ്പോർട്ടോ കാര്യങ്ങളില്ല, താഴെ ലെഗ് സപ്പോർട്ട് നമ്മൾ കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. ഇവിടെ ബാക്കിയുള്ള വില്ലാസ്, ഏകദേശം 18ഓളം വില്ലാസ് ഉള്ള ഒരു കമ്മ്യൂണിറ്റിയാണിത്. ബാക്കിയുള്ളിടത്തും എല്ലാം കാർ പോർച്ച് കൊടുത്തിരിക്കുന്നത് ഗ്ലാസ്സിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്, അതും കാൻഡിലിവർ ആയിട്ടാണ്. ബാക്കിയുള്ളിടത്തെല്ലാം ഫ്രോസ്റ്റഡ് ഗ്ലാസ് ആണ് അതിൽ യൂസ് ചെയ്തിട്ടുള്ളെങ്കിൽ ഇവിടെ നമ്മൾ കൊടുത്തിട്ടുള്ളത് ക്ലിയർ ഗ്ലാസ് ആണ്, ക്ലിയർ ടഫൻഡ് ഗ്ലാസ് ആണ്. പക്ഷേ ഈ ഗ്ലാസ്സിന് ഒരു പ്രത്യേകത കൂടെയുണ്ട്. ഇതിൽ നമുക്ക് UV പ്രൊട്ടക്ഷനും കൂടി അവൈലബിൾ ആണ്. അതായത് ഈ ഗ്ലാസിൻ്റെ ഒരു സ്പെക്ക് പറയുകയാണെങ്കിൽ ST167 ഗ്രേഡിൽ വരുന്ന സെൻഗോബൈൻ്റെ UV പ്രൊട്ടക്റ്റഡ് ഗ്ലാസ് ആണ്, അല്ലെങ്കിൽ സോളാർ കൺട്രോൾ ഗ്ലാസ് എന്നൊക്കെ ഈ ഒരു ഗ്ലാസ്സിന് അറിയപ്പെടും. ഐസ്ബർഗ് ഗ്ലാസ് അല്ലെങ്കിൽ സ്പാർക്ലിംഗ് ഗ്ലാസ് എന്നുള്ള പേരിലൊക്കെ ഇതറിയപ്പെടും. നിങ്ങൾക്കിത് ഗൂഗിൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ, ഗൂഗിളിൽ ST167 ഗ്ലാസിൻ്റെ സ്പെസിഫിക്കേഷൻ നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റ് ഇതിൻ്റെ സ്പെക്ക് കിട്ടും. ഏകദേശം ഒരു 75% ഇതിൽ UV ചൂട് കടത്തി വിടില്ല, UV പ്രൊട്ടക്റ്റഡ് ആണ് എന്നുള്ളതാണ് ഇതിൻ്റെ കമ്പനി സെൻഗോബൈൻ അവകാശപ്പെടുന്നത്. പക്ഷെ നല്ല മാറ്റം നമുക്ക് മനസ്സിലാവും കേട്ടോ. നല്ല രീതിയിൽ വെയിലുള്ള സമയത്ത് നമ്മളിതിൻ്റെ താഴെ നിൽക്കുന്ന സമയത്ത് കാർ പോർച്ച് ഇതിൻ്റെ നേരെ താഴെ നിൽക്കുന്നതും അല്ലാത്ത രീതിയിൽ നിൽക്കുമ്പോഴും നമുക്ക് ആ ചൂട് കറക്റ്റ് മനസ്സിലാവും, ഇതിൻ്റെ മാറ്റം എത്രത്തോളമാണ് ഉള്ളതെന്ന്. പിന്നെ എപ്പോഴും നമുക്ക് ഇതിൽ നമ്മൾ ബാക്കിയുള്ള വില്ലാസിലെല്ലാം ഇത് ഫ്രോസ്റ്റഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ഫ്രോസ്റ്റിംഗ് ഗ്ലാസ് കൊടുക്കുന്നത് ഉള്ളൊരു ടെക്നിക്കൽ പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചാൽ, നോർമൽ ഇതുപോലെ ടഫൺ ഗ്ലാസ്സിലൊക്കെ നമുക്ക് ഫ്രോസ്റ്റിംഗ് ചെയ്തെടുക്കാം. ശരിക്കും ഫ്രോസ്റ്റിംഗ് എന്ന് പറയുന്നത് എക്സ്റ്റീരിയറിലോട്ട് അത്രയും ടെക്നിക്കലി ഇതിൻ്റെ ടെക്നീഷ്യന്മാർ അല്ലെങ്കിൽ എൻജിനീയേഴ്സ് ഒന്നും സജസ്റ്റ് ചെയ്യാത്തൊരു ഗ്ലാസ്സാണ് ഫ്രോസ്റ്റഡ് ഗ്ലാസ് എപ്പോഴും ഇൻറ്റീരിയർ പർപ്പസിനാണ് ഉപയോഗിക്കാൻ ഏറ്റവും ബെസ്റ്റ് എന്നുള്ളതാണ്. പക്ഷേ നമ്മൾ പോലും ചില കസ്റ്റമേഴ്സിന് അത് വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊടുക്കാറുണ്ട്. പക്ഷേ 100% ഫ്രോസ്റ്റഡ് ഗ്ലാസ് നമ്മൾ എക്സ്റ്റീരിയർ വർക്കിന് അനുയോജ്യമല്ല എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ഇവിടെ നമ്മൾ ഈ ഫ്രോസ്റ്റിങ് മാറ്റിയിട്ട് ഈ ഒരു ക്ലിയർ ഗ്ലാസ് ഇടാനുള്ള കാരണം അതിൻ്റെ ആ ഒരു ലുക്കും, പിന്നെ ചൂട് അകത്തോട്ട് കടത്തി വിടില്ല എന്നുള്ളൊരു കാരണം കൊണ്ട് ഇത് നമുക്ക് ബെസ്റ്റാണ്. 4x2 സ്ക്വയർ ട്യൂബുകളാണ് ഇതിന് നമ്മൾ സ്ട്രക്ചറിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. അതും ടാറ്റ GIയുടെ തന്നെ 4x2 സ്ക്വയർ ട്യൂബുകളാണ് ഇവിടെ നമ്മൾ സ്ട്രക്ചറിന് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു ഫ്രോസ്റ്റിംഗ് ഗ്ലാസ്സുകൾ നിങ്ങൾ പരമാവധി എക്സ്റ്റീരിയർ പർപ്പസിന് ഒഴിവാക്കുക എന്നുള്ളതാണ്. എങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കസ്റ്റമേഴ്സിൻ്റെ ആവശ്യപ്രകാരം ചെയ്തു കൊടുക്കാറുണ്ട്. അത്രയും നമ്മൾ പുറത്തോട്ട് സജസ്റ്റ് ചെയ്യാറില്ല. അപ്പോൾ ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്ന ഗ്ലാസിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് 10 mm ആണ്. അപ്പോൾ ഇതുപോലുള്ള കാർ പോർച്ചുകളൊക്കെ നമ്മൾ ചെയ്തെടുക്കുന്ന സമയത്ത് നിർബന്ധമായിട്ടും നിങ്ങൾ വീടിൻ്റെ എക്സ്റ്റീരിയറിന് മാച്ച് ചെയ്യും എന്നുള്ള കാര്യം ഉറപ്പ് വരുത്തുക എന്നുള്ളതാണ്. ഇതിൽ നമ്മൾ കംപ്ലീറ്റ് ഫ്രെയിംലെസ് ആയിട്ട് ലെഗ് ഇല്ലാതെ മുകളിൽ സിലിക്കോൺ എല്ലാം ചെയ്തിട്ട് ഗ്ലാസ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും ഫിനിഷ്